നമസ്കാരം. ഞാൻ ഡോക്ടർ സജ്ജാദ്, HNC ഹോസ്പിറ്റൽ മട്ടന്നൂർ. നമ്മുടെ കേരളത്തിൽ ഈയിടെയായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗം എങ്ങനെയാണ് പടർന്നു പിടിക്കുന്നത്, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഈ രോഗത്തിന് ചികിത്സ നേടേണ്ടത്, അല്ലെങ്കിൽ ഈ രോഗം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ ജീവിത രീതി ഏത് രീതിയിലായിരിക്കണം തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം സംശയങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മഞ്ഞപ്പിത്തം? മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ്, ഈ ജോണ്ടിസിനെ കുറിച്ചുള്ള ഒരു പരക്കെയുള്ള ഒരു തെറ്റായ ധാരണ തിരുത്തുവാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണം മാത്രമാണ്. അതായത് കണ്ണിനും അല്ലെങ്കിൽ മൂത്രത്തിനുണ്ടാവുന്ന മഞ്ഞ നിറം എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്ന വെള്ളം വഴിയോ അല്ലെങ്കിൽ ഭക്ഷണം വഴിയോ നമ്മുടെ ശരീരത്തിലെത്തുന്ന മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ. ഇതാണ് ഇപ്പോൾ കൂടുതലായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. എന്നാൽ ഈ ജോണ്ടിസ് എന്ന് പറയുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ എ, ബി, സി തുടങ്ങി മറ്റു പല വൈറസുകൾ കൊണ്ടും ഈ രോഗമുണ്ടാവാം. അതിന് പുറമെ ഈ മഞ്ഞപ്പിത്തം ഉണ്ടാവാൻ കരൾ രോഗങ്ങളോ അല്ലെങ്കിൽ പാൻക്രിയാസ് രോഗങ്ങളോ അല്ലെങ്കിൽ പിത്താശയ കല്ല് പോലെയുള്ള മറ്റു പല രോഗങ്ങളോ ഇതും രോഗലക്ഷണമായി ഒരുപക്ഷെ മഞ്ഞപ്പിത്തമായി കണ്ടേക്കാം. അതുകൊണ്ട് മഞ്ഞപ്പിത്തം വന്നു എന്ന് കരുതി ഇതെല്ലാം ഹെപ്പറ്റൈറ്റിസ് എ ആണ്, സാധാ മഞ്ഞപ്പിത്തമാണ് എന്ന് തെറ്റിദ്ധരിക്കാതെ കൃത്യമായ ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാന കാര്യം. മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ലക്ഷണത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് വേണം ചികിത്സ നടത്താൻ. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ജലം വഴിയും അല്ലെങ്കിൽ ഭക്ഷണം വഴിയും നിലവിൽ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചാണ്. ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, ശരീരവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ഛർദി, വയറുവേദന, ചിലർക്കൊക്കെ വയറിളക്കം പോലെയുള്ള മറ്റ് ലക്ഷണങ്ങളും കണ്ടേക്കാം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. കണ്ണിൻ്റെ വെള്ളയ്ക്കും അല്ലെങ്കിൽ മൂത്രത്തിലും കൂടുതൽ മഞ്ഞ നിറം കാണുക, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി ചികിത്സ നേടുക, ഡോക്ടറുടെ അടുത്ത് സമീപിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എന്ത് തരം മഞ്ഞപ്പിത്തമാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധനകളാണ് നടത്തുക. പ്രധാനമായും ബ്ലഡ് കൗണ്ടുകൾ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, എന്ത് തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നടത്തുക. ഇപ്പോൾ ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഈ ഒരു അസുഖത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു വൈറൽ പനിയാണ്, അതായത് വൈറസ് ബാധ കൊണ്ടുണ്ടാവുന്ന ഒരു രോഗമാണ്. ഇത് പ്രധാനമായും മാറുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തന്നെ ഈ രോഗത്തിനെതിരെ പ്രവർത്തിക്കുകയും അതുവഴി നമ്മുടെ ശരീരം തന്നെ ഇതിനെതിരെയുള്ള ഒരു രോഗപ്രതിരോധ ശേഷി നേടി, ഇമ്മ്യൂണിറ്റി നേടി രോഗത്തിനെ ശമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വൈറൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗശമന രീതി. ഒരു 90 അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ രോഗം വന്നത് നമ്മുടെ ശരീരം തന്നെ അതിനെതിരെ പ്രവർത്തിച്ച് സാവധാനം ആ രോഗം ശമിപ്പിക്കും. എന്നാൽ ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാം, സങ്കീർണതകൾ ഉണ്ടാവും. അല്ലെങ്കിൽ സങ്കീർണതകൾ എന്ന് പറയുന്നത് കരളിൻ്റെ പ്രവർത്തനം മോശമാവുക, അതിയായ ബ്ലീഡിംഗ് ഉണ്ടാവുക, ഓർമ്മക്കേട് ഉണ്ടാവുക, അതായത് കരളിൻ്റെ പ്രവർത്തനം തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, അമിതമായ രക്തസ്രാവം ഉണ്ടാവുക പോലെയുള്ള കോംപ്ലിക്കേഷൻസിലോട്ട് കാര്യങ്ങൾ പോവാം. അത് കരളിൻ്റെ പ്രവർത്തനം വളരെയധികം കുറയുന്നതിൻ്റെയും നിലയ്ക്കുന്നതിൻ്റെയോ അത് കിഡ്നി, തലച്ചോറ്, ഹൃദയം തുടങ്ങിയ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നതിൻ്റെയോ ലക്ഷണമായിട്ടാണ് ഇത്തരം സങ്കീർണതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം സങ്കീർണതകളിലോട്ട് പോകുന്നത് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നതിലൂടെയും കൃത്യമായ ഇടവേളകളിൽ അവരോട് ഡോക്ടറുടെ തിരിച്ചു വന്ന് കണ്ട് കൃത്യമായി പരിശോധനകൾ നടത്താൻ ആവശ്യപ്പെടുന്നതിൻ്റെയും ഏറ്റവും പ്രധാന ലക്ഷ്യം ഇത്തരം കോംപ്ലിക്കേഷൻസിലോട്ട് രോഗികൾ പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ കാണുക, കരളിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഏത് തരം മഞ്ഞപ്പിത്തമാണ് രോഗിക്കുണ്ടായിരിക്കുന്നത് എന്നറിയാനുള്ള ഏത് തരം ഹെപ്പറ്റൈറ്റിസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നറിയാനുള്ള ടെസ്റ്റുകൾ നടത്തുക. അല്ലെങ്കിൽ ഇതൊന്നുമല്ല,
പിത്താശയക്കല്ലോ അല്ലെങ്കിൽ പാങ്ക്രിയാസിൽ നീർക്കെട്ടോ അങ്ങനെ മറ്റു വല്ല കൂടുതൽ സീരിയസ് ആയ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ സാധ്യതയുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഈ മഞ്ഞപ്പിത്തം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നറിയാനുള്ള പരിശോധനകൾ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർമാർ നടത്തുന്നതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യേണ്ട കേസുകളായിരിക്കില്ല. ചില ആളുകൾക്ക് മാത്രം ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണം മനസ്സിലാവുന്നില്ലെങ്കിൽ മറ്റു പരിശോധനകളിലേക്ക് കൂടി പോവേണ്ടി വരാം. അപ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോണ്ടിസ് എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. ആ രോഗലക്ഷണത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ജലം വഴി പകരുന്ന മഞ്ഞപ്പിത്തം. ഈ മഞ്ഞപ്പിത്തത്തിന് കൃത്യമായ ചികിത്സ നേടുകയും കൃത്യമായ ഭക്ഷണ രീതി, അതായത് അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ എണ്ണയിൽ പൊരിച്ചത് പോലെയുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഒരു ഭക്ഷണ രീതിയും, നന്നായി വെള്ളം കുടിക്കുക, നന്നായി വിശ്രമിക്കുക, അതേപോലെ കരളിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള സപ്പോർട്ടീവായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക. ഇത്തരം മരുന്നുകളിലൂടെയും സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സയിലൂടെയും നമുക്ക് മഞ്ഞപ്പിത്തത്തിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്.